and welcome back to another beautiful episode of Aadi's World. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിരുന്നു. ഇവരായിരുന്നു അതിൽ മെയിൻ താരങ്ങൾ. റോസ് വാട്ടറും ഗ്ലിസറിനും ആയിരുന്നു. അപ്പൊ ഇതിനെ പറ്റിയായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒരുപാട് എൻക്വയറീസ് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആൻസർ ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ചോദിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം എന്തായിരുന്നു എന്നുള്ളത്. അതായത് വലിച്ചു നീട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം കേട്ടോ. അതായത് നമ്മൾ ഡ്രൈ സ്കിൻ, എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ്. അത് ഞാൻ ആ വീഡിയോയിലും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ റോസ് വാട്ടറും ഗ്ലിസറിനും തമ്മിൽ ചേരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഡ്രൈ സ്കിൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ പണ്ട് മുതലേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് എന്ത് സാധനം ഇൻഗ്രീഡിയൻ്റ് ഒന്നും നോക്കിയിട്ടല്ല, ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ, അത് ബോഡിയിലായിരുന്നു കൂടുതലും ഡ്രൈ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഒരു ബ്രാൻഡിനെ എടുത്ത് പറയല്ല, എങ്കിലും ഞാൻ പറയാണ്, ഞാൻ പല ബ്രാൻഡുകളുടെ ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ടുണ്ട് പണ്ട് മുതലേ. പല ബ്രാൻഡുകളുടെ ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ട് എല്ലാ ബോഡി ലോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ രാവിലെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേന് അതിൻ്റെ എഫക്റ്റ് ഒക്കെ മാറും കേട്ടോ. പിന്നെ ഡ്രൈ ആവാനായിട്ട് തുടങ്ങി. വൈകുന്നേരം വന്ന് കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും നമുക്ക്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും ഓയിലി ആയിട്ടും ഒക്കെ തോന്നുള്ളൂ. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 5-6 വർഷങ്ങൾക്ക് മേളിലായിട്ട് എൻ്റെ ഒരു കസിൻ എനിക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ റോസ് വാട്ടറിൻ്റെയും ഗ്ലിസറിൻ്റെയും മാജിക്. അതായത് ഇത് ഗ്ലിസറിൻ ആദ്യം നമ്മളൊരു ബോട്ടിലേക്ക് ഗ്ലിസറിൻ ഒരു എത്ര എടുക്കുന്നോ അതിൻ്റെ 3 മടങ്ങ് നമ്മൾ ഈ റോസ് വാട്ടറും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇത് ഒരളവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊരു 30 ml എടുക്കുകയാണെങ്കിൽ ഇത് 90 ml എടുക്കണം. അതാണ്, അതായത് 3:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. റോസ് വാട്ടർ 3ഉം 1 ടൈം നമ്മുടെ ഗ്ലിസറിനുമാണ് എടുത്ത് മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തേച്ചിട്ട് നമ്മൾ ഡ്രൈ സ്കിൻ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മറ്റേ ഒരു വട്ടത്തിലുള്ള പാടുകൾ പോലെ കാണുമല്ലോ ഈ ഡ്രൈ സ്കിന്നുകാർക്ക്, അതുപോലെ ഇരുന്നൊരു സ്ഥലമായിരുന്നു. കാലുകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കാലിൽ അങ്ങനെ ഒരു സാധനേ ഇല്ല കേട്ടോ. അതും പൂർണ്ണമായിട്ടും അത് മാറി. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്, ബട്ട് ഇത് കൺട്രോൾഡ് ആണ്. നേരത്തെ ഞാൻ ബോഡി ലോഷന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ഇന്ന് രാവിലെ അപ്ലൈ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും ഇതിന്റെ ആ ഒരു എഫക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ദിവസം യൂസ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ പോലും നമ്മുടെ സ്കിന്ന് ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് പോകില്ല. അത്രമാത്രം അടിപൊളി ഒരു സാധനമാണ്. പിന്നെ ഇത് ഞാൻ ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യും. അപ്പൊ ആൾക്കാർ ചോദിച്ച കുറച്ച് സംശയം ഇതൊക്കെയായിരുന്നു. ഇത് എത്ര നാളെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, എങ്ങനെ എത്ര എമൗണ്ട് മിക്സ് ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചു. അതായത് നിങ്ങൾക്കിത് ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ റേഷ്യോയിലാണ് കേട്ടോ. മിക്സ് ചെയ്ത് വെച്ച് 1-2 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. മിക്സ് ചെയ്ത് അത് തീരുന്നവരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു വിഷയമില്ല. പിന്നെ ചിലർ ചോദിച്ചൊരു കാര്യമാണ് കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാതെ തന്നെ കഴുകി കളയണം. അങ്ങനെയല്ല, നമ്മൾ കുളിച്ചതിന് ശേഷം ബോഡി ലോഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ, സെയിം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറയട്ടെ, ഞാൻ ഒരു സമയത്ത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബോഡി ലോഷൻ പോലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് ഫേസിൽ പോലും ഞാൻ ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് നോർമലി ഒരുങ്ങി പോകാറുണ്ടായിരുന്നു. വേറെ മോയ്സ്ചറൈസറോ പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അടിപൊളി ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് കുളിച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം. രാവിലെ വൈകിട്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി ഒരു ടൈം അപ്ലൈ ചെയ്താൽ മതി. ഇത് തേച്ചിട്ട് കഴുകി കളയണമെന്ന് ആൾക്കാർ ചോദിച്ചു. കഴുകി കളയേണ്ട ആവശ്യമില്ല. ഒരു ബോഡി ലോഷൻ പോലെ ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല സ്കിന്നിൽ ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 3:1 എന്നുള്ള റേഷ്യോയിൽ വേണം അപ്ലൈ ചെയ്യാൻ. കുളിച്ചതിന് ശേഷമോ എന്നുവെച്ചാൽ ഇത് തേച്ചിട്ട് കഴുകി കളയരുത് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടിപൊളി ഒരു സാധനമാണ്. ഇതൊക്കെയായിരുന്നു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2 എണ്ണത്തിൻ്റെയാണ്. കുഞ്ഞിന്റെ സൗണ്ട് ചിലപ്പോൾ വെളിയിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2 കൂടി.
കഴിഞ്ഞ ദിവസമാണ് ഞാൻ വാങ്ങിച്ചത്, 2-3 ദിവസമായിട്ടുള്ളൂ. ഇതിന്റെ റേറ്റ് രണ്ടിനും കൂടി ഒരു 140 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 140 റുപ്പീസിന് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു.